Hi friends, welcome to Dhruv channel. ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് സ്വീറ്റ് പനിയാരം ആട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു ഹെൽത്തി സ്നാക്കായി കൊടുക്കാവുന്ന ഒരു പലഹാരമാണിത്. അധികം പുളിക്കാത്ത ഇഡ്ഡലി മാവ് ഉണ്ടെങ്കിൽ വളരെ ഈസിയായി നിമിഷങ്ങൾക്കുള്ളിൽ ഇത് ആർക്കും ഉണ്ടാക്കിയെടുക്കാം. പനിയാരം ഉണ്ടാക്കേണ്ട വിധം വിശദമായിട്ട് ഞാൻ എൻ്റെ വെജിറ്റബിൾ പനിയാരം വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വെജിറ്റബിൾ പനിയാരം വീഡിയോ ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പനിയാരം ഉണ്ടാക്കേണ്ട രീതി വിശദമായി കാണണമെന്നുള്ളവർ ആ വെജിറ്റബിൾ പനിയാരം വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് സ്വീറ്റ് പനിയാരം ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. അതിനായിട്ട് നമുക്ക് വേണ്ടത് അധികം പുളിക്കാത്ത ഇഡ്ഡലി മാവ്, ശർക്കര ആവശ്യാനുസരണം, ഉപ്പ്, പിന്നെ ഏലക്കാപ്പൊടി. അപ്പോൾ ഈ ഇഡ്ഡലി മാവിൽ നമുക്ക് ശർക്കര ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം. ശർക്കരയുടെ കട്ടയില്ലാതെ നന്നായിട്ട് ഇതുപോലെ ഉടച്ചുടച്ച് അരിയിച്ചെടുക്കണം. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ആവശ്യാനുസരണം കുറച്ച് ഉപ്പും ചേർക്കാം. അപ്പോൾ ഏലക്കപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ടയെല്ലാം മാറ്റിയിട്ട് നന്നായിട്ട് ഇത് യോജിപ്പിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഏലക്കപ്പൊടി ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു നല്ല മണം ഉണ്ടാവും അതിന്. അപ്പോൾ ഒരു ഉണ്ണിയപ്പ ചട്ടിയുടെ കുഴിയിൽ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചെറു തീയിൽ നമ്മൾ തീ വെക്കണം. ഇനി ഇതുപോലെ എല്ലാ കുഴിയിലും നിറയ്ക്കണം. ഇപ്പോൾ ഒരു 1/4 ഭാഗത്തോളം കുഴിയുടെ നിറച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിത് കവർ ചെയ്ത് വെച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം വരെ കുറച്ച് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി ആദ്യം കൊടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് താഴത്ത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടോയെന്ന്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചെറു തീയിലിട്ട് ഇതുപോലെ 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ടിട്ട് മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇത് കരിഞ്ഞു പോകാതെ നന്നായിട്ട് ഉൾഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. നമ്മൾ എന്നും ഈ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. വളരെ ടേസ്റ്റാണിത്. അപ്പോൾ നമുക്കൊരു പപ്പടം കുത്തി ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുമ്പോൾ മനസ്സിലാവും അത് ഉൾഭാഗം നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ അങ്ങനെ കുത്തി നോക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കോരിയെടുക്കാം.
അപ്പോൾ നമ്മുടെ സ്വീറ്റ് പനിയാരം ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇത് ഞാൻ ഉണ്ടാക്കുന്ന വഴി തന്നെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണിത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയതായി ഇടുന്ന വീഡിയോസ് കാണാൻ പറ്റൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ദയവായി എല്ലാവരും ഷെയർ ചെയ്യൂ. താങ്ക്